അമ്മ ഇന്ന് എന്തുവാ ഉണ്ടാക്കുന്നത്? ചിക്കൻ കറിയാ. ചിക്കൻ കറിയാണോ? അതെ, ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ചിക്കൻ കറി ഉണ്ടാകും. അപ്പൊ ശരി എന്നാ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയെ കുറിച്ചാണ് കേട്ടോ. നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ കറി ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നാണ് അമ്മ പറയുന്ന. വേറെ റെസിപ്പി ഒന്നും അതിൽ ചേർക്കുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കൂട്ടാക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് കയറി കാണുക കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്ന. ഒരു നാടൻ സ്റ്റൈലാണ്, അതിൽ വേറെ റെസിപ്പി ഒന്നും ചേർക്കുന്നില്ല എന്നാണ് അമ്മ പറഞ്ഞത്. അല്ലേ അമ്മ? ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നാടൻ സ്റ്റൈലിലുള്ളതാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അമ്മയും മോനെയും. എന്തൊക്കെ? വെളുത്തുള്ളി മൂത്ത്, ഉള്ളി ഇടാൻ പോകുന്നത്. ഉള്ളി എണ്ണ ഒഴിച്ച് ഉള്ളിലേക്ക് കിട്ടും അല്ലേ? ഉള്ളിയിട്ട് ഉള്ളി വഴട്ടണം. വഴട്ടുകയാണോ? വഴട്ടി മുളക് പൊടി എടുക്കണേ. എത്ര സ്പൂൺ വെച്ച് വേണം? ഒരു 2.5 എടുക്കണം. 2.5 സ്പൂൺ വെച്ച് വേണം അല്ലേ? ഇതിപ്പോൾ എരിവ് കൂടുതലാവുകൊണ്ട് അത്രയും വേണ്ട. 2.5 സ്പൂൺ. 2.5 സ്പൂൺ വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടതല്ലേ? ഇനി അടുത്ത് എന്താ ഇടുന്നത്? മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി. അത് എത്ര സ്പൂൺ വെച്ച്? 4 സ്പൂണെങ്കിലും. 4 സ്പൂൺ വെച്ചല്ലേ? ഏതിനാണ്? കോഴിക്കല്ലേ? 4 സ്പൂൺ വെച്ച് ഇടണം അല്ലേ? അപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി അല്ലേ അമ്മ? അതെ. ഇനി മസാലപ്പൊടി അല്ലേ? ചിക്കൻ കറി വെക്കുന്നതാണ് ഇങ്ങനെയൊക്കെയാണ്. ചിക്കൻ കറി വെക്കുന്നതിന് അതിൻ്റെ കുറച്ച് മസാലപ്പൊടി. ഈ മസാലപ്പൊടി എങ്ങനെയമ്മ പൊടിക്കുന്നത്? മസാലപ്പൊടി പൊടിക്കുന്നത് പെരുംജീരകം, അതായത് വലിയ ജീരകം, പിന്നെ കുരുമുളക്, ഏലക്ക ഇത്രയും കൂടെ ഇട്ട് വറുത്ത് പൊടിക്കണം. വറുത്ത് പൊടിച്ച് കുപ്പിക്കകത്തായി. എന്നിട്ട് അതിൽ നിന്ന് എടുത്ത് അടി പിടിക്കുന്നുണ്ടോ? എണ്ണ കുറച്ച്. എണ്ണ ഏത് ഓയിലാണ് അത് ഉപയോഗിക്കുന്നത്? തേങ്ങ എണ്ണ. ആട്ടിയ എണ്ണ തന്നെ? വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നല്ലേ? ഇതെന്ത് ചെയ്തമ്മ? വെള്ളം ഒഴിച്ച് കലക്കി. ഇതെല്ലാം കൂടെ കലക്കി എടുക്കണം അല്ലേ? അപ്പൊ നമ്മൾ ഈ മസാലപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് കലക്കി എടുക്കണം. അതിലൊഴിക്കാൻ നമ്മുടെ ചിക്കൻ കറിയിൽ ഒഴിക്കാം അല്ലേ? ചിക്കൻ കറിയിലല്ല, സവാളയിൽ ഇപ്പൊ ഒഴിച്ചോ. ഇളക്കി എടുക്കണം അല്ലേ? നല്ല വെള്ളം കൂടെ മസാല ചേർത്ത് സവാളയിലോട്ട് ഒഴിക്കണം. അങ്ങനെയല്ലേ? അമ്മ ചിക്കൻ ആണോ അത്? അതെ. അപ്പൊ ഇത് 2.5 കിലോ ഉണ്ട്. 2.5 കിലോ ചിക്കൻ ഉണ്ടല്ലേ? അപ്പൊ ഇത് എത്ര പേർക്ക് കഴിക്കാം? 4 പേർക്ക് കഴിക്കാം അല്ലേ? ഇത് കറി വെച്ചാൽ 4 പേർക്ക് നമുക്ക് കഴിക്കാം. ഓക്കെ. നമ്മൾ ചിക്കൻ ഇടാൻ പോകാനല്ലേ? അപ്പം 4-5 പേർക്ക് കഴിക്കാനുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നല്ലേ? ഈ മസാലയിലെല്ലാം കൂടെ മിക്സ് ചെയ്ത് തന്നെ ഇടണം. എന്ത് ചെയ്യണമെന്നമ്മ? അടി പിടിക്കാതെ ഇളക്കണം. ചിക്കൻ അല്ലേ? 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപ്പിടണം അല്ലേ? ഇത് എത്ര മിനിറ്റെങ്കിലും ഇതാകണം വേഗം? മണിക്കൂർ കുറച്ച് സമയം എടുക്കും. എത്ര? 10-20 മിനിറ്റ് വരുമോ? 10-20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം.
10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപ്പിടണം. ഉപ്പിടണം അല്ലേ? ആ. 20 മിനിറ്റ് കഴിഞ്ഞിട്ടും ആവിയിൽ നിന്ന് എടുക്കണം. അടപ്പ് തുറക്കണം. അടപ്പ് തുറക്കണം അല്ലേ? അടപ്പ് തുറന്നിട്ട് ഇളക്കി വെക്കണം. അപ്പൊ ചിക്കൻ വെന്ത് കാണുമല്ലേ? വെന്തില്ല, ഇനി വേവണം. വേഗണം അല്ലേ? അപ്പൊ ഉപ്പും ഇതൊക്കെ ഇടാൻ വിനാഗിരിയൊക്കെ ഒഴിക്കാം. വിനാഗിരി ഒഴിക്കാൻ വേണ്ടിട്ടല്ലേ? ഇതാ ഒഴിക്കുകയാണ്. കുറച്ച് വിനാഗിരി ഒഴിക്കണോ? മതി, കുറച്ചേ ഒഴിക്കാവും. അതിനാ വിനാഗിരി ഒഴിക്കണേ? ഇത് നല്ല ടോസ്റ്റായി വരും. റോസ്റ്റായി വരാനോ? നല്ല മയമായി വരും. മയമായി വരും അല്ലേ? അപ്പം അമ്മ പറയുന്നത് വിനാഗിരിയൊക്കെ ഇച്ചിരി ഒന്ന് ഒഴിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം അതെന്താ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണോ അതോ? അല്ല, ഇങ്ങനെ ഒഴിക്കും. സാധാരണ കോഴിക്ക് ഒഴിക്കും. ഒഴിക്കുമല്ലേ? എല്ലാ ഇറച്ചിയിലും ഒഴിക്കും. അതെന്താ വെള്ളമൊക്കെ? ചൂടുവെള്ളം. ചൂടുവെള്ളം ചിക്കൻ കറിയിൽ ഒഴിക്കണമല്ലേ? അപ്പോൾ ചൂടുവെള്ളം ചിക്കൻ കറി ഒഴിക്കുന്നതെന്ന് അമ്മ പറയുന്നേ. വെന്തിട്ടില്ല? കുറച്ച് മാത്രമേ വെന്തോളൂ അല്ലേ? എന്നിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നെ എന്തൊക്കെ ചെയ്യണോ അമ്മ അതില്? ഇതെല്ലാം വെന്ത് ആയി വന്നിട്ട് മല്ലിയില ഇടും. ഇത് എല്ലാ ഭാഗമായിട്ട് മല്ലിയില കൂടെ ചേർക്കും. മല്ലിയില കൂടെ ചേർക്കും. അപ്പൊ ഇത് വെന്ത് കഴിഞ്ഞിട്ടാണോ ഇത് മല്ലിയില ചേർക്കുന്നത്? വെന്ത് കഴിഞ്ഞിട്ടല്ലേ? അമ്മ ആയ അമ്മ ചിക്കൻ കറി? തുറന്ന് നോക്കിയതല്ലേ? അപ്പൊ അമ്മ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. ചിക്കൻ കറി വെന്തിട്ടില്ല അല്ലേ അമ്മ? കുറച്ചുകൂടി വേകാനുണ്ട്. അപ്പോൾ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അമ്മ അതൊന്ന് തുറന്ന് നോക്കിയതാണ്. തിളയ്ക്കുന്നുണ്ട് കറി. എന്തായമ്മ? നല്ല മണമൊക്കെ വരുന്നുണ്ട് ചിക്കൻ കറിയുടെ അല്ലേ? നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറി ആയി വന്നിട്ടുണ്ട്. അമ്മ ആയെന്നാ പറയുന്നത്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ ചിക്കൻ കറിയുടെ. നല്ല മണം കേട്ടോ. അമ്മ അത് അടപ്പ് തുറന്നപ്പോൾ തന്നെ. അപ്പോൾ ചിക്കൻ കറി ആയെന്നാണ്. ആയോ അമ്മ? അപ്പൊ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി ആയോ അമ്മ? ചിക്കൻ കറി ആയോ അമ്മ? അപ്പൊ ചിക്കൻ കറി ആയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പൊ ഇനി അമ്മ എന്താ ചെയ്യാൻ പോകുന്നത്? മല്ലിയില ഇടണം അല്ലേ ചിക്കൻ കറിയില്? അപ്പൊ അമ്മ മല്ലിയില ഇടുകയാണ് ചിക്കൻ കറിയില്. അപ്പൊ ചിക്കൻ കറി സെറ്റ് എന്നാണ് അമ്മ പറയുന്നത്. അപ്പം ചിക്കൻ കറിയിൽ മല്ലിയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം കറി ഇത്രയും മതിയല്ലേ? ചാറ് ഇത്രയും മതിയല്ലേ അമ്മ? എല്ലാവർക്കും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നത് കേട്ടോ അല്ലേ അമ്മ? എല്ലാവർക്കും എളുപ്പത്തിന് ചെയ്യാം, പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ ഇതിൽ എന്തൊക്കെയാ അമ്മ ചേർത്തത്? ഇതിൽ എന്തൊക്കെ ചേർക്കണമെന്ന് അമ്മ? സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പല, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി അമ്മ ഇത് പൊടിപ്പിച്ചെടുക്കുന്നതാണല്ലേ? ഞാൻ തന്നെ പൊടിക്കും. പട്ട, പെരിഞ്ചീരകം. ഇത് ചീനിച്ചട്ടി വെച്ച് ഇതൊന്ന് ചൂടാക്കി എടുത്ത് പൊടിച്ചെടുക്കുന്നതാണ് നല്ലതല്ലേ? അപ്പൊ നമ്മള് പുറത്ത് വാങ്ങിക്കുന്ന പൊടി നല്ലതല്ല. അപ്പൊ ഇതാണ് നല്ലതല്ലേ? ഇതാണ് നല്ലത്. സ്പൂൺ വിനാഗിരി കൂടെ ചേർത്താൽ നല്ല അടിപൊളിയായിട്ട് വരും. അടിപൊളി ചിക്കൻ കറി ആയിട്ട് വരും അല്ലേ? എല്ലാവരും ഈ ചിക്കൻ കറി നല്ലതാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചിക്കൻ കറിയുടെ മണമൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയൊന്നുണ്ട് കഴിക്കാൻ. അപ്പം ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി അടുത്ത ബ്ലോഗ് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ.